ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഹലോ മുംബൈ. ലോകമെമ്പാടുമുള്ള ഹലോ മുംബൈയുടെ പ്രേക്ഷകർക്ക് ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഒപ്പം ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര, പവേർഡ് ബൈ ഏകോൺ ഷിപ്പിംഗ്, ബ്രോട്ട് യു ബൈ അമൃതവേണി. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഉയരുണരും റെയിൽപാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ. അപ്പൊ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ സംപ്രേഷണം ചെയ്ത ഈ ബിസിനസ് താരങ്ങൾ മൊത്ത സംവാദങ്ങൾ കേട്ട് കാണും. അതിന്റെ തുടർ ഭാഗത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഏതാണ് യു ആർ ഹാപ്പി എന്നാവും? ഐ എം വെരി ഹാപ്പി. ഓരോ മണി എന്തിനാണ് പൈസ? എന്തിനാണ് പൈസ? ഇതിന് മാത്രം പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞത്. അച്ഛൻ, മകൻ, വൈഫ്, പിന്നെ അമ്മ, എല്ലാവരും ബിസിനസ്സുകാരാ. ഇതിന് മാത്രം പൈസ എന്തിനാന്ന് ചോദിക്കണം. പൈസ എല്ലാത്തിനും വേണ്ട. പൈസ എന്തിനാണ് ഇത്രയും പൈസ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ മധു ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ്. അങ്ങനെ എല്ലാവരും വിചാരിക്കുകയാണ് ഞങ്ങൾക്ക് കുറച്ച് പൈസ മതി ജോലി ചെയ്ത് കഴിഞ്ഞാൽ ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റി എവിടെ നിന്ന് കിട്ടും ഞങ്ങൾ ഇങ്ങനെ ബിസിനസ് തുടങ്ങിയില്ലെങ്കിൽ. അപ്പോ ബിസിനസ് തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. ബിസിനസ് ചെയ്യുന്നു, നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നു. പൈസ ഉണ്ടാക്കുന്ന അല്ലല്ല പൈസ ഉണ്ടാക്കുന്നത് മാത്രമല്ല, നമ്മളെ കൂടെ പറയുന്നത് ഇപ്പം എന്റെ കൂടെ തന്നെ ഒരു 5000 വയറ് കഴിയാനുള്ള ആൾക്കാർ ഞങ്ങളെ കൂടെ ഉണ്ട്. ഗുഡ് തിങ്, അടിപൊളി. ബിസിനസ് ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഒരു രീതിയിൽ ഒരു സോഷ്യൽ സർവീസ് മാതിരി തന്നെയായി. Actually, money as a very nice question ആണ്. Money we all require, needs fulfill ചെയ്യാൻ വേണ്ടിയിട്ട്. But there are people in the society like Ajay Chetan and Nawaz Bhai, Sunil Chetan. There are circle of businessmen who also help the community social service വേണ്ടി, like for funds raising വേണ്ടിയോ medical aid വേണ്ടിയോ. So as a businessman is not ഒരു opportunity ജോബിന് വേണ്ടി മാത്രം പ്രൊവൈഡ് ചെയ്യാണ്ട് they're also helping the community in a different manner also. ഞാൻ ഒരാളെ പറഞ്ഞു, അതായത് ഒരു കമ്പനിയുടെ ബിസിനസ്സുകാരാണെങ്കിൽ അച്ഛൻ കൊടുത്ത ശമ്പളത്തിൽ നിന്ന് 1 ലക്ഷം രൂപ ചാരിറ്റിക്ക് കൊടുത്ത ഒരാളാണ് അല്ലേ? അതെ. ചാരിറ്റി ചെയ്യാനാണ് ഇഷ്ടമുണ്ടോ? ചെയ്യാറുണ്ട്. ഈ കമ്പനി ഒരു പ്രിയ പ്രോഫിറ്റ് ഇനിയും ഇവർക്ക് വേണ്ടി ചെലവഴിക്കുമോ? ഞങ്ങൾ എല്ലാ വർഷവും അങ്ങനെ ഒരു പെർസെന്റേജ് ചാരിറ്റിക്ക് വേണ്ടി ചെയ്യാറ്. അത് കഴിഞ്ഞ് പേഴ്സണലായിട്ട് ചെയ്തതാണ് അല്ലേ? തീർച്ചയായും ഒരു കൈഡ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ? നമുക്ക് എനിക്കൊന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി, കൊറോണ സമയത്താണ് താങ്കൾ ഇങ്ങനൊരു പരിപാടിയിലേക്ക് വന്നത്. ഐ മീൻ കെയർ ഫോർ മുംബൈ എന്നൊരു സംഭവം ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് എനിക്കൊന്ന് വയനാട്ടിലേക്ക് ഏകദേശം 80 ലക്ഷം രൂപയോളം താങ്കൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക്. കേൾക്കുന്നത് ഈ ഒരു ചാരിറ്റി ഇത് ആക്ച്വലി കുറെ നീഡായിട്ടുള്ള ആൾക്കാർ താങ്കളെ ഐ മീൻ വന്ന് കോണ്ടാക്ട് ചെയ്യാറുണ്ടോ, അതോ നിങ്ങൾ അവരെ തേടിപ്പോയി എങ്ങനെയാണ്? ഇല്ല, പല ആളുകൾ വഴി അങ്ങനെ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. അപ്പം ഞാനും എൻ്റെ സമാന മനസ്സുള്ള ആൾക്കാരുണ്ടല്ലോ, അവരും എല്ലാം ചേർന്നിട്ട്. ഇവര് ഭൂരിഭാഗവും മലയാളികളാണ്. അല്ല, ഇവിടെ അങ്ങനെ മലയാളി ഒന്നുമില്ല. ഇപ്പൊ നമ്മളൊരു അസോസിയേഷൻ ഇപ്പൊ 120 പേർക്ക് സ്കോളർഷിപ്പ് കൊടുത്തു, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്. അതിൽ 80 പേരും മഹാരാഷ്ട്ര. നിങ്ങൾ ഇതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്, നാട്ടിൽ എന്തുകൊണ്ട് ഒരു സംരംഭം തുടങ്ങിക്കൂടാ? അങ്ങോട്ട് പ്ലാൻ ഉണ്ടോ നാട്ടിലൊരു ബിസിനസ് ചെയ്യാനായിട്ട്? നാട്ടില് അങ്ങനെ ഇപ്പൊ ഓപ്പർച്യൂണിറ്റി അങ്ങനെ ഇല്ല അവിടെ. അല്ല, ആര് പറഞ്ഞു? അത് പറയരുത്. അല്ല, റോ മെറ്റീരിയൽ ഷോർട്ടേജ് അല്ല, ബിനാമിയാണത് എല്ലായിടത്തും ഒരുപോലെ. ഞങ്ങൾ മോസ്റ്റ്ലി ഇപ്പൊ ബൈ ചെയ്യണത് ആന്ധ്രയിൽ നിന്നും ഗുജറാത്തിൽ നിന്നാണ്. അത്രയൊന്നും നമുക്ക് കേരളമല്ലേ എടുത്ത. പക്ഷെ ആന്ധ്ര ത്രൂ ഔട്ട് ദി ഇയർ കിട്ടണമെങ്കിൽ ഗുജറാത്തും വേണം ഞങ്ങൾക്ക്. ഇവർക്ക് ഇപ്പോഴും ബിസിനസ് ചെയ്യുന്നുണ്ട്, അവർ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ ചോദിച്ചു, നാട്ടിലേക്ക് പോകുന്നുണ്ടോ? അപ്പോഴേക്കും അതായത് മഹാരാഷ്ട്ര അടുത്തല്ല ആന്ധ്ര, കേരളത്തിനടുത്താണ്. എന്നിട്ട് പോലും See, forefathers, everybody is from Kerala. Nanglu Maharashtra born and brought up ആണ്, മലയാളിയാണ്. We are very proud. But Maharashtra ഒരു plus point ഉണ്ട് is the cooperation and the facility and the availability. So as a business, yeah. നമ്മൾ അവിടെ പോകാത്ത കാരണം അവിടുത്തെ റോ മെറ്റീരിയൽ ഇതും അവിടെ കൂടുതൽ ഫാക്ടറികളുണ്ട്. ഇപ്പൊ ഒരു കോമ്പറ്റീഷനും ഉണ്ട്. അല്ലാതെ വേറെ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ കൊച്ചിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ട്. ഇപ്പൊ ഞങ്ങള് അവിടെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്, ഹോട്ടൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. നമുക്കൊരു ബ്രാഞ്ച് കേരളത്തിൽ തുടങ്ങണ്ടേ? തീർച്ചയായിട്ടും തുടങ്ങണമെന്ന് ആഗ്രഹം, പക്ഷെ ഞാൻ തുടങ്ങില്ല. അല്ല, എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് കേരളത്തിൽ തുടങ്ങാനായിട്ട്. കേരളത്തിൽ തുടങ്ങിയ ഭരണം ആരായിക്കോട്ടെ, അത് പ്രശ്നമല്ല. പക്ഷെ എന്ത് നോക്കി കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരാണ് അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. കാരണം ഒരു കമ്പനി തുടങ്ങാനായിട്ട് ഒരാളെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ 5 കോടി കുത്തി കഴിഞ്ഞു.
എല്ലാത്തിനും രാഷ്ട്രീയവൽക്കരിക്കുകയാണ് നാട്ടിലുണ്ടാവുന്നത്. ഒരു പരിധി വരെയും കുറെ മാറ്റങ്ങൾ വന്നു ഇല്ലേ നവാസ് ഭായ്? ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് നോക്കുകൂലി അങ്ങനെ ഇവർക്കൊന്നും അറിയില്ല അതിനെ കുറിച്ചൊന്നും. അതൊക്കെ നിന്നു, ഇതൊന്നും ഇപ്പൊ ഇല്ല. നമ്മളൊരു 3 വർഷം മുൻപ് വേറൊരു ബിസിനസ്സും കൂടി തുടങ്ങിയിട്ടുണ്ട്, ലെഡ് ആസിഡ് ബാറ്ററി റീസൈക്ലിംഗ് പ്ലാന്റ്. അപ്പൊ തങ്ങളുടെ റോ മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഈ ബാറ്ററിയാണ്, ലെഡ് ആസിഡ് ബാറ്ററി. അപ്പൊ അത് എടുക്കാനായിട്ട് റോ മെറ്റീരിയൽ ഭയങ്കര അവൈലബിലിറ്റി കുറവാണ് മഹാരാഷ്ട്രയിൽ, കാരണം കുറെ അൺഓർഗനൈസ് സെക്ടറിലാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പൊ നാട്ടിൽ നിന്ന് ഒരു പ്രാവശ്യം എനിക്കൊരു എൻക്വയറി വന്ന് ഞാൻ പോയി എടുക്കാനായിട്ട്, അത് തൃശ്ശൂർ ഒല്ലൂർ എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലായിരുന്നു. അവിടെ ഞാൻ പോയി ലേബർ അവരോട് തന്നെ ചോദിച്ചു എവിടെ നിന്ന് കിട്ടും. അപ്പൊ പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് ലോക്കൽ എന്ന് വെച്ചാൽ ഇപ്പൊ ബംഗാളികളും അവരൊക്കെ ആണല്ലോ അവിടെ നാട്ടില്, അവരെ എടുത്താൽ മതിയെന്ന്. അവരെ കൊണ്ടുവന്നു. ലേബർ ചാർജ് വിടുതായിട്ടും ഡബിൾ ചാർജ് ആണ്. അതെല്ലാം ലോഡ് ചെയ്തതിന് ശേഷം യൂണിയൻകാർ വന്നു. പൈസ ചോദിച്ചു. അവര് പറഞ്ഞു സാറ് നിങ്ങൾക്ക് ചാർജസ് ഉണ്ട് ഇവിടുന്ന്. അപ്പൊ നോക്കൂലി നിർത്തിയ സമയമാണ്, അപ്പൊ നോക്കൂലി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ചാർജസ് ഉണ്ട്, ഒരു വണ്ടിക്ക് എത്രയോ 5000-6000 രൂപ വെച്ചിട്ടെന്തോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ലോഡ് ചെയ്തായോ എനിക്ക്. പറഞ്ഞില്ല അത് പറ്റില്ല, കാരണം ഞങ്ങള് ലോഡ് ചെയ്ത് തരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല എന്ന്, ഭയങ്കര ചാർജാണ് നിങ്ങളുടെ. ആ കാശ് തന്നിട്ടേ നിങ്ങളുടെ വണ്ടി ഇവിടുന്ന് എടുക്കാൻ പറ്റുള്ളൂ. നല്ല മാന്യമായിട്ട് ചിരിച്ചാ പറഞ്ഞത്, പക്ഷെ അത് കുരക്കിൽ പിടിക്കണായിരുന്നു. ലാസ്റ്റ് പൈസ കൊടുത്തു, കാശ് കൊടുത്തു. ഞാൻ അങ്ങനെ 1-2 പ്രാവശ്യം എടുത്തു, പിന്നെ ഞാൻ നിർത്തി അവിടെ. നമ്മുടെ മനസ്സിൽ ഇന്നും ഗോഡ്സ് ഓൺ കൺട്രിയാണ്. പക്ഷെ മനസ്സിനുള്ളിൽ ഉണ്ടെങ്കിലും ഗോഡ്സ് ഓൺ കൺട്രി ആണെങ്കിലും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് ഇവരും പറഞ്ഞു വെക്കുന്നത്. എന്തെങ്കിലും കേരളത്തിലേക്ക് വരാൻ അവർ താല്പര്യപ്പെടുന്നുണ്ട്. അവരെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യേണ്ടത് നമ്മൾ മാത്രമാണ്. തിരിച്ചു വരാം. ഹലോ മുമ്പിൽ ഒരു ഇടവേളയാണ്. ദക്തരിയെ ഹലോ മൊബൈൽ വോയിസ് ഓഫ് മഹാരാഷ്ട്ര. ഈ ഒരാളെ റിട്ടേൺ ചെയ്യുക കമ്പനിയിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പണ്ടെന്ന് പറഞ്ഞാൽ പണ്ട് ജോലിക്ക് വരുന്നത് നവാസ് ഭായ് എനിക്ക് തോന്നുന്നല്ലേ, നിങ്ങളുടെയൊക്കെ സമയത്ത് ഒരാൾ ജോലിക്ക് വന്നാൽ റിട്ടയർഡ് ആവുന്നവർക്ക് അവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് അങ്ങനെ ആവുന്നുണ്ടോ? റിട്ടയർ ചെയ്യുന്നവർക്ക് അവരവിടെ ജോലി ചെയ്യുമായിരുന്നു. ഇന്ന് അങ്ങനല്ല. ഇന്ന് വന്ന ഉടനെ പിറ്റേ ദിവസം ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. ഒരു HR മാനേജർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ആൾ ജോലി കയറി 3 മാസം പ്രൊഫഷണൽ പീരീഡ് കഴിഞ്ഞു. അപ്പോയിന്റ് ചെയ്യുന്നതിന്റെ അപ്പോയിന്റ് ചെയ്യുന്നതാണ്. അയാൾക്ക് സാലറി കൊടുത്തു. 10 മണിക്ക് സാലറി കിട്ടി. 10:05 റിസൈൻ ചെയ്തു. അപ്പൊ they would have spent a huge money for him. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം ഫേസ് ചെയ്യാറുണ്ടോ? അങ്ങനത്തെ സംഭവം ഫേസ് ചെയ്യാറുണ്ട്. നോട്ട് ജസ്റ്റ് വിത്ത് ബിഗർ പൊസിഷൻസ്. ഈ ലേബേഴ്സ് ആണെങ്കിലും ഇന്ന് ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ നാളെ അവർ കയറി പോകും. അപ്പൊ അവരെ റിട്ടേൺ ചെയ്യാൻ എന്താണ് പരിപാടി ചെയ്യുന്നത്? റിട്ടേൺ ചെയ്യാൻ വേണ്ടി കമ്പനി കൾച്ചർ അതൊക്കെ നല്ലതാണെങ്കിൽ ചിലപ്പോൾ നിൽക്കുമായിരിക്കും ചിലപ്പോൾ. പക്ഷേ കാശിന് ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ വേറെ സ്ഥലത്തൊരു മിനിമം ഒരു 1000 rupees കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അങ്ങോട്ട് ചാടും. ആൾക്കാർക്ക് ഈ ജോലിയിൽ പെട്ടെന്ന് റിസൈൻ ചെയ്ത് മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ ചാടി പോകുന്നൊരു മെന്റാലിറ്റി പൊതുവെ ഉണ്ടായിരുന്നു. അത് ബിക്കോസ് ഞാനൊരു 20 years കോർപ്പറേറ്റ് സെക്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, വേരിയസ് ഇൻഡസ്ട്രിയിൽ. സോ ഐ ഫ്രീക്വൻ്റ്ലി മെറ്റ് ദി കാൻഡിഡേറ്റ്സ്. അപ്പോൾ യൂഷ്വലി സർട്ടൻ പീപ്പിൾ വെൻ ദി സ്റ്റാർട്ട് അറ്റ് ഏർലി ഏജ് അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു വിഷൻ ഉണ്ടാവും, ഒരു ഗോൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് റീസൺ കാരണം അവർക്ക് അത്ര ഒരു പാക്കേജ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചില ടൈമിൽ അവരുടെ ഡിസിഷൻ എടുക്കുന്നത് ക്വിക്ക് ചേഞ്ച് ഓഫ് ജോബ്സ്. ഓർ സംടൈംസ് മേ ബി ദ മാനേജ്മെൻറ്റിന് സപ്പോർട്ട് കിട്ടുന്നില്ല, or the co-colleagues, and the various reasons are there. So sometimes conflict management reason, chalapam salary in the promotions avanilia. So there is maybe various reasons where the or candidate there a tendency of frequently changing jobs. 3-4 മാസം എടുക്കും വരെ ഒന്ന് പഠിപ്പിച്ച് റെഡിയാക്കി വരാനായിട്ട്. അത് കഴിഞ്ഞാൽ ഇവർ റിസൈൻ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് HR മോസ്റ്റ്ലി കോൺസെൻട്രേഷൻ ചെയ്യുന്നത്, റിട്ടൻഷൻ സെഗ്മെന്റിന് വേണ്ടി. പണ്ടൊക്കെ 10-15 വർഷം ജോലി ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ അവരിങ്ങനെ ചാടിപ്പോവാണ്. എന്താണ് അതിനെക്കുറിച്ച് താങ്കൾ പറയാം? അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നോക്കിയാൽ ഇന്ന് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് പണക്കാരാണെന്നൊരു ചിന്താഗതിയുണ്ട്. അപ്പൊ ജോലിക്ക് വരുന്നവർ ജോലിക്ക് കയറുന്ന അന്നോട്ട് അടുത്തടുത്ത് ചെക്ക് ചെയ്യുവാണ് എനിക്ക് ഇനി ഏതാണ് പാക്കേജ് കിട്ടുന്നത്. ഇവിടുത്തെ സാലറി കൂടി അല്ലെ ഒരു 20% ഇൻക്രിമെന്റോട് എക്സ്പീരിയൻസ് കിട്ടിയിട്ട് ഗൾഫിൽ പോകാൻ വേണ്ടി വരുന്നവരുണ്ട്. അങ്ങനെയുണ്ട്. ഇവിടുന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് പലതും ഉണ്ടാക്കി മുമ്പോട്ട് എല്ലാവർക്കും എന്താണ് അൾട്ടിമേറ്റ്ലി അവന്റെ ലക്ഷ്യമാണ്. അപ്പൊ അതിന് എന്ത് മാർഗവും സ്വീകരിക്കും എന്നുള്ള ഒരു മന്ത്രമാണ് എല്ലാവരും നോക്കുന്നത്. അതെന്തൊക്കെയാണ് എനിക്കൊന്ന് മധുജിക്ക് എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട് ഇവരോട് അല്ലേ? അല്ല, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇപ്പം അച്ഛന്മാരുടെ കീഴിലാണ് ഇപ്പോൾ മക്കള് പഠിച്ചതും, പിന്നെ അവർ പുതിയ കൺസെപ്റ്റ്, ബിക്കോസ് യങ് ജനറേഷൻ ഒരു പുതിയ കൺസെപ്റ്റ് ഒക്കെ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടാവും. പക്ഷെ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം അച്ഛൻ്റെ തണലിൽ നിന്ന് മാറി നിൽക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം എപ്പോഴും നമുക്കൊരു ബോസ് ആവശ്യമാണ്. ഒരു പ്രോപ്പർ ഒരു ബോസ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഗൈഡ് ചെയ്യാൻ ഒരു മെന്റർ എപ്പോഴും ആവശ്യമാണ് നമുക്ക്. ഇപ്പൊ ഞാൻ ഒരു ഫേസിലായിട്ടില്ല, എനിക്ക് തോന്നണ ഞാൻ ഒരു ബോസ് വേണം. ഒരു ബോസ് വേണം നമ്മളെ ഗൈഡ് ചെയ്യാൻ. ഒരു മെന്റർ ആവശ്യമാണ്. അത് കാരണം അല്ല, വളരെ അച്ഛനെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ഒരു മകനെ പറയാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആൻസർ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ, ഇപ്പം മക്കള്
പുതിയ ന്യൂ കൺസെപ്റ്റ് ഒക്കെ അവർക്ക് ചെയ്യണം. അപ്പൊ ആ കൺസെപ്റ്റ് വെദർ ഫാദേഴ്സ് ആർ അക്സെപ്റ്റിംഗ് ഇറ്റ്. അത് കുറച്ച് ഡിഫിക്കൾട്ടാ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. നമുക്ക് കൺവിൻസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് ഇങ്ങനെ കാണിക്കേണ്ടി വരും. അത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിപ്പോ ആരായാലും ഇപ്പൊ നമ്മളൊരു സ്വന്തം ബിസിനസ് തുടങ്ങിയിട്ട് ഒരു ഇൻവെസ്റ്റർ എടുത്ത് പോവാണെങ്കിൽ നമുക്ക് അവരെ കൺവിൻസ് ചെയ്യേണ്ടി വരില്ലേ? ആസ് ലോങ് ആസ് റിസൾട്ട് ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും. റിസൾട്ട് ഇല്ലെങ്കിൽ പിന്നെ അത് അല്ല, കൺവിൻസ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടില്ലേ? കൺവിൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അല്ല, റിസൾട്ട് മേ നോട്ട് ബി ടുഡേ. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ചിലപ്പോൾ അതിന്റെ ഒരു റിസൾട്ട് മേ ബി ആഫ്റ്റർ 1 year 2 years. ആ ഒരു പ്രശ്നം അത് ഇൻസ്റ്റന്റ് അല്ല, അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. വിത്ത് ദെയർ എക്സ്പീരിയൻസ്, അവർക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 30-35 years എക്സ്പീരിയൻസ് ഉണ്ട്. വിത്ത് ദെയർ എക്സ്പീരിയൻസ് ദിൽ ഗെറ്റ് ടു നോ. ഇപ്പൊ ഒരു ചെറിയ കാര്യം ഞങ്ങൾ പ്രപ്പോസ് ചെയ്യുമ്പോൾ അവർക്ക് അത് മനസ്സിലാവും. എന്നാ പിന്നെ നമുക്ക് വേറെ ചോദ്യം ഇങ്ങനെ ആക്കാം മധു, എന്നായിരിക്കാം അച്ഛനോട് റിട്ടയർഡ് ചെയ്യാൻ പറയാ? അത് എപ്പോഴും ഫോർ മീ ഐ തിങ്ക് എപ്പോഴും ആ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ അത്ര നല്ലത്. ഈവൻ അറ്റ് ദി ഏജ് ഓഫ് 70, ഈവൻ ഇഫ് ഈസ് സിറ്റിംഗ് അറ്റ് ഹോം, അവിടുന്ന് ഡെയിലി ഞാൻ ചെന്ന് പറയണം ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ അതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞുതരും. എന്താണ് മക്കളെ എന്ന് പഠിക്കും? ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യം, അവർ പക്ക സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. നമ്മുടെ കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ പലരും സംസാരിക്കുമ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാനും അത് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് കുറച്ച് കുറവാണ്. കാരണം അവർ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടാണ് അവർ ആൾക്കാരെ കാണുള്ളൂ. എന്നാലും ഒരു റിട്ടയർഡ് സമയം അടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ചേട്ടാ? ഇല്ല, ഞാൻ റിട്ടയർമെന്റ് ചെയ്യരുതെന്ന് പറയുന്ന ആളാണ്. കാരണം ഞാൻ റിട്ടയർമെന്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ബ്രേക്ക് എടുക്കണം, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് ഒരു ഫ്രീ ആയി വിടണം. ഞാനിപ്പോൾ ബ്രേക്ക് ഞാൻ ഇപ്പൊ 2 വർഷം കൊണ്ട് ഞാൻ ബ്രേക്ക് എടുക്കുന്നുണ്ട്. ബ്രേക്ക് മീൻസ് 1 മാസം ബ്രേക്ക് എടുക്കും. ഞാൻ അത്യാവശ്യം വല്ലതും ചോദിക്കാൻ പറയും. ബാക്കി ഇപ്പൊ ടെൻഡർ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ അത് ഇൻവോൾവ്മെന്റ് വേണം. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഫ്രീ ആയിട്ട് വിട്ടു കൊടുക്കുന്നുണ്ട്. റിട്ടയർമെന്റ് എടുക്കാത്ത ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഇത്ര നാൾ നമ്മൾ ഓടി നടന്നിട്ട് പിന്നെ വെറുതെ ഇരിക്കാന്ന് പറയുമ്പോൾ നമ്മൾ തുരുമ്പ് പിടിക്കുന്ന മാതിരിയാണ്. അതില് എനിക്ക് പറയാനുള്ളത് ജനറേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മള് ഇപ്പോ ഏജ് ഓഫ് റിട്ടയർമെന്റ് ഏജ് ഞാനല്ലടാ ബിസിനസ് തുടങ്ങി, എനിക്കറിയാം, നീ പഠിപ്പിക്കണ്ട. അങ്ങനെയല്ല. പക്ഷെ അവരിപ്പോ പുതിയ ഓരോ ഇതും കൊണ്ടുവരുമ്പോ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. അത് ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മൾ അവരോട് പറയുമ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനോ അവർക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് ദാറ്റ് മീൻസ് അത് ജനറേഷൻ ഗ്യാപ്പാണ്. അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? പലപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് താങ്കൾ ഇപ്പം ഒരുപാട് എനിക്ക് തോന്നുന്നു ബിസിനസ് ചെയ്യുന്ന കുറച്ച് ഒരു ചാരിറ്റി ചെയ്യുന്ന ആളാണ്. മക്കളും അതിലേക്ക് വരാറുണ്ടോ? എങ്ങനെയാണ് അവരുടെ ഇപ്പൊ പുതിയ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സമാജങ്ങളിലേക്കൊന്നും ഇവർ പൊതുവായിട്ട് വരാറില്ല. അല്ല, സമാജങ്ങളിലേക്കോ രാഷ്ട്രീയത്തിലേക്കോ വരണമെന്നില്ല. സോഷ്യൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായാൽ മതി. കാരണം സമാജങ്ങളിലേക്ക് ആളുകൾ വരാത്ത ഓരോ കാരണം സമാജങ്ങൾ ഇന്നും പഴയ രീതിയിലുള്ള പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയൊരു ജനറേഷൻ അവർ ഉൾക്കൊള്ളാൻ തയ്യാറാവണില്ല. അതുകൊണ്ടാണ് സമാജങ്ങളിലേക്ക് ആളുകൾ വരാത്തത്. അല്ല, ഈ പഴയ സമാജങ്ങളിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം. നിങ്ങൾക്കൊന്നും ഒരു പുതിയൊരു സമാജമൊക്കെ തുടങ്ങിക്കൂടെ? നല്ലൊരു ഐഡിയ ആണ് നമ്മളുടെ പക്ഷെ എപ്പോഴും നമുക്കൊരു ഗൈഡൻസ് വേണമല്ലോ, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളത്. ഇവർക്ക് ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവര് പണ്ട് ഇവിടെ വന്നപ്പം ഇവർക്ക് ഈ പറഞ്ഞ സംഭവമൊന്നും ഇല്ലായിരുന്നു. അവരായിട്ട് തുടങ്ങി, അവരായിട്ട് ചെയ്ത്. അതാണ് ഈ മുമ്പിൽ ഈ പ്ലേറ്റ് കൊടുത്തതിന്റെ പ്രശ്നമാണ് അല്ലെ? ഈ പ്ലേറ്റ് കൊടുത്തതിന്റെ പ്രശ്നമാണോ അല്ലെ മധു? അവർക്ക് ഇപ്പോഴും ഒരാൾ വേണം. ഗൈഡൻസ് കിട്ടുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ആന മുമ്പേ നടക്കട്ടെ, പാപ്പാനായി ഞാനുണ്ട് എന്നുള്ളതാണ്. സമാജങ്ങള് എപ്പോഴും ഈ 60+ കുറച്ചിരുന്നിട്ട് ബാക്കി 30+ ആൾക്കാരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അവരെ ഡെവലപ്പ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ സമാജങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ ഇരിക്കുന്ന എവിടെ നോക്കിക്കഴിഞ്ഞാലും 60+ അല്ലെങ്കിൽ 55+ ആൾക്കാരാണ്. അഖിൽ ഇവിടുത്തെ പുതിയൊരു ഇതിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അല്ലെ? സമാജങ്ങളിലുണ്ട്. ഇതൊരു ബാങ്കിന്റെ ഡയറക്ടറാണ്. അതെ, SNDC ബാങ്കിന്റെ ഡയറക്ടറാണ്, ബോർഡ് ഓഫ് ഡയറക്ടറാണ്. ഇപ്പൊ 3 മാസമായിട്ടുള്ളൂ തുടങ്ങിയിട്ടുള്ള. അപ്പൊ ഇനി പതുക്കെ ബാങ്കിലെ ഡെവലപ്പ് ചെയ്യലും കാര്യങ്ങളും അതില് ഒരാഴ്ചയിൽ 2 ദിവസം എന്തായാലും ഞാൻ ബാങ്കിൽ തന്നെ ആയിരിക്കും ഉണ്ടാവാറ്. എന്താണ് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് നിന്റെ ഒരു ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ? അല്ല, അച്ഛൻ ഇപ്പൊ ചെയ്യുന്ന ഈ സോഷ്യൽ പരിപാടികളൊന്നും മാറണം, ഇത് ഇങ്ങനെ ആയിരിക്കണം. പക്ഷെ അച്ഛൻ ഇപ്പൊ ചെയ്യണമെന്ന് വെച്ചാൽ ആഫ്റ്റർ ഓൾമോസ്റ്റ് 30 years കഴിഞ്ഞിട്ട് ഒരു ബേസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ എനിക്കും ആ ബേസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിൽ കയറാൻ പറ്റുള്ളൂ. അപ്പൊ എന്തൊക്കെയാലും അച്ഛന്റെ തണലിൽ തന്നെയാണ് മക്കൾക്ക് വളരാനും ഇഷ്ടം. അങ്ങനെ തന്നെ ആവട്ടെ, കാരണം അച്ഛനാണല്ലോ എല്ലാം. ഈ പൊതുവെ ഇവര് ബിസിനസ്സുകാരെന്നതിലും ഉപരി ഇവര് ഒരുപാട് നല്ല കലാരംഗത്തിലേക്ക് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇപ്പൊ അഖിലൊരു ആങ്കറോടാണ്. അഖിൽ ഈ അടുത്തേക്ക് കുറെ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ട്. അഖിൽ പാട്ട് പാടുവോ? ഇല്ല, ഞാൻ പാട്ട് പാടില്ല. ആങ്കറിങ് ചെയ്യാൻ ഇഷ്ടം? ആങ്കറിങ് ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അടിപൊളി ആട്ടെ. വിഷ്ണു? ഞാൻ സ്പോർട്സിലാണ്. ഓട്ടം, ഫുട്ബോൾ കളിക്കാൻ പോകാറുണ്ട് എല്ലാം സൺഡേ. ഇവിടെ ആള് ഡാൻസ് കളിക്കും അല്ലേ? ഡാൻസ് കളിക്കും. ഇവിടെ എന്താണ് പരിപാടി? പുറത്ത് ട്രെക്കിംഗ് അങ്ങനത്തെ പരിപാടി. അങ്ങനെയുള്ള പരിപാടി ഉള്ളൂ, അല്ലാതെ ഡാൻസ്, പാട്ട് അങ്ങനെയുള്ള പരിപാടി ഇല്ല. എന്തെങ്കിലും നമുക്ക് നല്ലൊരു കവിത കേൾക്കാം. നമ്മുടെ ഒപ്പം
ഗാനം ആലപിക്കുന്ന മധു നമ്പ്യാരുണ്ട്, ഒരു നല്ല ഗായകൻ കൂടിയാണ്. ഞാൻ തന്നെ എഴുതുകയാണ്. ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ കരുതിയിരുന്നത്, ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ കരുതിയിരുന്നത്. കടുത്ത രോഷത്തിൽ മുറ്റത്തെ തെച്ചിപ്പൂ പറഞ്ഞു, വാടിയ ചെമ്പരത്തി കരഞ്ഞു, പൂക്കാത്ത മാവു പിറുപിറുത്തു, നിറഞ്ഞു നിൽക്കുന്ന പ്ലാവ് പിണങ്ങി നിന്നു. തിരിഞ്ഞു നോക്കാതെ നഗരത്തിൽ രാപ്പാർത്ത നിങ്ങളെ, ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ കരുതിയിരുന്നത്. ഇങ്ങനെയൊന്നുമല്ല പിന്നെ എങ്ങനെയാവണം, അതാണ് വളരെ കൃത്യമായി തന്നെ നമ്മുടെ മധു നമ്പ്യാർ ആലപിച്ചത്. ഇടവേളയാണ്. ഹലോ മുംബൈയിൽ തിരിച്ചു വരാം. ദേഖ് ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്യുമ്പം എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയം ഞാൻ ഒന്ന് പങ്കുവയ്ക്കാം. എനിക്കൊന്നും അത് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കാം. കാരണം നിങ്ങൾ എല്ലാവരും അറിയപ്പെടുന്ന ബിസിനസ്സുകാരാണ്, വലിയ ടേൺ ഓവർ ഒരു കമ്പനിയാണ്. ഇപ്പോൾ ഇതുപോലെ തന്നെ 4 കമ്പനിയുടെ ആൾക്കാരുണ്ട്. നമ്മൾ കുറച്ച് പേര് വരാനിരുന്നതാണ്. ഇനി അവരുമായിട്ടൊരു ചർച്ച നമ്മൾ തീർച്ചയായും അടുത്ത് നടത്തുന്നതാണ്. നിങ്ങൾക്ക് 4-5 പേർക്ക് ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഒരു കമ്പനി ഫോം ചെയ്യുക. ആ കമ്പനിയിൽ കുറച്ച് പേർക്ക് ജോലി നൽകുക. എന്താ നവാസ് ഭായ്? അതിനുശേഷം അവർക്ക് നമ്മൾ കേരളത്തിലേക്ക് വേണ്ട, മലയാളികൾക്ക് വേണ്ട ഒരു ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു സാധനത്തെ കുറിച്ച് ചിന്തിച്ചൂടെ? അതിനെപ്പറ്റി ചിന്തിക്കാം. പക്ഷെ അതിന് ആദ്യം ഞങ്ങൾ 4 പേരും സംസാരിച്ച് എന്താന്ന് എല്ലാവരും അറിയണമല്ലോ. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആണ്, ഇദ്ദേഹം ചെയ്യുന്ന ഒരു സീ ഫുഡ് ബേസ്ഡ് ആണ്, ഇദ്ദേഹം ചെയ്യുന്ന ഒരു മോൾഡിംഗ് ആണ്. അപ്പൊ അതിലേക്ക് നമുക്ക് വേണ്ട സ്കിൽഡ് അൺസ്കിൽഡ് അല്ലാത്ത കുറച്ച് ആൾക്കാർ, ആൻ എക്സാമ്പിൾ ഒരു ടൈലറിംഗ് യൂണിറ്റ് അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾക്ക് കോളർ തയ്ക്കാം, അവർക്ക് ഷർട്ട് തയ്ക്കാം, അവർക്ക് ബാക്ക് തയ്ക്കാം, അങ്ങനെ അതൊരു ഷർട്ടാക്കി മാറ്റാൻ പറ്റും. വി ക്യാൻ ബി എക്സ്പോർട്ടഡ്, വിച്ച് ക്യാൻ ബി സെൽ ഇൻ ഇന്ത്യ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടി ഒരു യൂണിറ്റ്, അത് നിങ്ങളുമായിട്ട് ബന്ധമല്ല. ദിസ് ഇസ് യു ആർ ഗിവിംഗ് ടു ദ സൊസൈറ്റി. കാരണം ഇന്നത്തെ പല സമാജങ്ങളും പല കാര്യം നിങ്ങൾ സ്പോൺസർ ചെയ്യുന്നതെല്ലാം നിങ്ങളാണ്. പക്ഷെ നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ സ്പോൺസർ ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫംഗ്ഷന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ നിങ്ങളിപ്പം നവാസ് ഭായ് പറഞ്ഞിട്ട് പലരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഹെൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ അവരൊന്ന് ചോദിക്കണം. മലയാളി പൊതുവെ ചോദിക്കാൻ മടിയുള്ളവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്കൊരു ഒരു ഫേം, ഒരു കമ്പനി, ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങി അവർക്ക് കൊടുത്തൂടെ? തീർച്ചയായും യു വിൽ ബി ദ ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി, നോ ഡൗട്ട് അബൌട്ട്. അങ്ങനെ രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിച്ചൂടെ? തീർച്ചയായും ചിന്തിക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല ഇങ്ങനെയുള്ള. കാരണം പക്ഷെ അവരെ പ്രധാനമായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അവർ ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കെല്ലാം എങ്ങനെയെല്ലാം ചെയ്യുന്ന ആദ്യം അവർ തമ്മിലൊരു ധാരണ ഉണ്ടായിരിക്കണം. അത് ഞാൻ ഇവരുടെ 4 പേരെ കുറിച്ചല്ല പറഞ്ഞത്. ഇനി അവർക്ക് ഒത്തുപോകാൻ കഴിയുന്ന ഒരു 4-5 പേരെന്ന് വെച്ചോളൂ, അങ്ങനെ വെച്ചു. അപ്പൊ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരായി കഴിഞ്ഞാൽ അതിന് നടക്കില്ല. സൂപ്പർ മാർക്കറ്റ് ആവാം. കാരണം അവിടെ നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് ആകുമ്പോൾ നമുക്കിപ്പം നമ്മുടെ കേരളത്തിൽ പല കമ്പനികളുണ്ട്, ഞാൻ അവരുടെ പേരൊന്നും എടുത്തു പറയുന്നില്ല. അവർ 30%, 40%, ഈവൻ 50% ഡിസ്കൗണ്ട് സാധനങ്ങൾ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈവൻ മെഡിക്കൽ, ഈവൻ ഫുഡ് ഐറ്റംസ് ഇല്ലേ? നവാസ് ഭായ് കൊടുത്തത്. നവാസ് ഭായ് അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ചുകൂടെ? മലയാളി ബിസിനസ് ആൾക്കാരുടെ ഇഷ്ടംപോലെ CSR ഫണ്ട് ഉണ്ട് മലയാളി ബിസിനസ്സുകാരന്. അതിന്റെ ഒരു പാർട്ടി ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു ബിസിനസ് സ്ഥാപനം തീർച്ചയായും. അതേപോലെ തന്നെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തീർച്ചയായും മലയാളികൾക്ക് വേണ്ടി. ഞാൻ പറഞ്ഞത് മറാഠികളെ മാറ്റി നിർത്തണമെന്നല്ല, അല്ല അതൊരിക്കലും നമ്മൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അല്ല ഞാൻ ചോദിച്ചു, ഇപ്പം നമ്മളിപ്പോൾ അത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും പോപ്പുലേഷൻ വളരെ കൂടുതലാണ്, അവരെല്ലാവരും ഒന്നിച്ചു വരും. ഇത് നമുക്ക് സഡൻ ആൾക്കാർക്ക് വേണ്ടി മാത്രം, അവർക്ക് വേണ്ടി. അങ്ങനെ ഒരാളും ഒരു സഡൻ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ചാരിറ്റി ചെയ്യാൻ പറ്റില്ല. ചാരിറ്റി ചെയ്യേണ്ടത് കോമൺ ആണ്. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു മതത്തിന് വേണ്ടി, ഒരു ജാതിന് വേണ്ടി, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. പണ്ടത്തെ നമ്മുടെ ജാതി സംഘടനകൾ ഉണ്ടായത് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ജാതിയിൽ താഴ്ന്നു നിൽക്കുന്ന ആൾക്കാരെ മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ജാതി സംഘടനകൾക്ക് തുടക്കം കുറിച്ച് തന്നെ. അപ്പൊ അതുപോലെ ഇവിടെ നിന്നുള്ള മലയാളി സമാജം, ഞാൻ പറഞ്ഞ മലയാളി ആൾക്കാർ പലരും ഇന്ന് ഞങ്ങൾ ഹലോ മുംബൈ വഴി നിരവധി ആൾക്കാരെ നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം ആവശ്യമുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചിലവർക്ക് വേണ്ടി മാത്രമെങ്കിലും ഒരു 50% ഡിസ്കൗണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രോഫിറ്റ് കുറച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞത് ലോസിൽ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആരുടെയും പൈസയുടെ ആവശ്യമില്ല, ആരുടെയും ഫണ്ടിന്റെ ആവശ്യമില്ല, ആരുടെയും സ്പോൺസർഷിപ്പിന്റെ ആവശ്യമില്ല. അങ്ങനെ കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചൂടെ? അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ മുമ്പോട്ട് വരില്ലേ അഖിൽ? ആശയം നല്ലതാണെങ്കിൽ അതിന് നമ്മുടെ അടുത്തൊരു കോൺക്രീറ്റ് പ്ലാൻ ആദ്യം വേണം. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ
തീർച്ചയായും മുമ്പോട്ടൊന്നും ചെയ്യുമോ? തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഓൺലി മൈ ഡാഡ് സെഡ് ഓൺലി മലയാളീസിന് വേണ്ടി ചെയ്യണത് കുറച്ച് തെറ്റായിരിക്കും. അല്ല തീർച്ചയായും ഓക്കെ. നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവരെല്ലാവരും ഒന്നിച്ച് നമുക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യാൻ സാധിക്കില്ല. മേ ബി അങ്ങനെ ഒരു ക്രൈറ്റീരിയ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാവുന്ന കേസേ ഉള്ളൂ. ഇപ്പം തീർച്ചയായും ഇവിടെ മലയാളികളുടെ സ്കൂളുണ്ട്, കോളേജുണ്ട്. അവിടെ മലയാളികൾ മാത്രമല്ല പഠിക്കുന്നത്, അവിടെ പലരും ഉണ്ട്. മാഡത്തിനോട് കൊടുത്ത് നമുക്ക് എനിക്ക് തോന്നുന്നത് നമുക്കൊരു NGO ജസ്റ്റ് സാറ് പറഞ്ഞ കോൺസെപ്റ്റ് ഇസ് വെരി നല്ലൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ നമുക്കൊരു NGO ഫോം ചെയ്ത് ലൈക്ക് ഒരു നല്ലൊരു സെറ്റ് ഓഫ് ബിസിനസ് മാൻ്റെ ഒരു NGO ഫോം ചെയ്ത് കഴിഞ്ഞാൽ വേരിയസ് സ്കോപ്പ് ഓഫ് വർക്കിൻ്റെ സ്കിൽ സെറ്റ് ബേസ്ഡ് ദാറ്റ് കോൺസെപ്റ്റ് ക്യാൻ ബി കൺസെപ്ച്വലൈസ്ഡ്. സോ ഇറ്റ്സ് എ നൈസ് തിങ്കിങ്. സാർ പറഞ്ഞത് ഐ ടോട്ടലി അഗ്രി വിത്ത് യു. പ്രാക്ടിക്കലി അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, വി ക്യാൻ വർക്ക്. സോ അത് പക്ഷെ ഇത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ, ബിക്കോസ് ഐ എം എ സോഷ്യൽ വർക്കർ ഫ്രം 15 years ഐ എം ഇൻ ടു സോഷ്യൽ സർവീസ്. അപ്പോൾ ഇത് സോഷ്യൽ വർക്ക് ചെയ്യുമ്പോൾ ജനറൽ ഐറ്റമിൽ പറയാം, ബിക്കോസ് എവറിബഡി ഈസ് കോമൺ. സോ ഇവിടെ വി കെ നോട്ട് ഹാവ് എ കമ്മ്യൂണിറ്റി ബേസ്, ജനറൽ വേ വി ക്യാൻ പ്രൊമോട്ട്. പക്ഷെ അതിൻ്റെ ലോ എത്ര നമുക്ക് പ്രൊമോട്ട് ചെയ്യും ആൻഡ് ബിസിനസ്സിന്, ബിക്കോസ് ഒരു കമ്പനി ആൻഡ് ഒരു NGO ആൻഡ് ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ്റെ 3 കാറ്റഗറീസ് ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ആ ഒരു ആംഗിളിന് ആലോചിച്ചിട്ട് വേണം. സോ ദാറ്റ് ഈസ് ദ റീസൺ ഹി സജസ്റ്റഡ് കീ എനി പ്ലാൻ വിച്ച് ഹാസ് എ നല്ലൊരു ഒബ്ജക്ടിവിറ്റി. അങ്ങനെ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് തീർച്ചയായും ചിന്തിക്കണം. ആ ആശയവുമായി മുമ്പോട്ട് വരികയാണെങ്കിൽ അത് വരും തലമുറകൾക്കും അതൊരു പ്രോത്സാഹനമാകും, പ്രചോദനമാകും. അങ്ങനെ ആവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നല്ലൊരു നാളിന് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാം അതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന്. കാരണം നിങ്ങളാണ് നാളത്തെ ശക്തി, നിങ്ങളാണ് ഭാവിയിലെ വാഗ്ദാനങ്ങൾ, നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ യെസ് പറഞ്ഞാൽ പറയുന്ന ഒരു പുഷ് ഉണ്ടാവും, പുഷ് ആൻഡ് പുൾ, എങ്കിലത് മുമ്പോട്ട് പോകുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം. കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ റിലീഫ് ഇല്ല അല്ലേ അജേട്ടാ? അജേട്ടനോട് ചോദിച്ചാൽ ഏത് പാട്ടായിരിക്കും അജേട്ടൻ പറയാം? 1000 പാദസരങ്ങൾ കിളങ്ങി. വെരി ഗുഡ് സോങ്. 1000 പാദസരങ്ങൾ കിളുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി. ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പൊ പാദസരമില്ല, അതിന് പകരം കറുത്ത ചരടാ ഇവര് കിട്ടുന്നത്. അവരുടെ അല്ലേ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ട ഏത് പാട്ടായിരിക്കും ആവശ്യപ്പെടുക? എന്റെ പേര് വെച്ചിട്ടുള്ള പാട്ട് ഏതാ പേര് വെച്ചാൽ? ആവണി പൊന്നുകുഞ്ഞാൽ. നമുക്ക് ആവണിയെ ബുദ്ധിമുട്ടിക്കരുത്, ഒരു 2 വരി ആവണിക്ക് വേണ്ടി. ആവണി പൊന്നുഞ്ഞാലാടിക്കാം നിന്നെ ഞാൻ, ആയില്യം കാവിലെ വെണ്ണിലാവേ, പാതിരാമുല്ലകൾ താലിപ്പൂ ചൂടുമ്പോൾ പൂജിക്കാം നിന്നെ ഞാൻ പൊന്നുപോലെ. ഈ പാട്ട് ആവണി വീട്ടിൽ ചെന്ന് ഇത് കൊടുത്ത ഭർത്താവിനെ കൊണ്ട് പഠിപ്പിച്ച് പാടിപ്പിച്ചിരിക്കണം. കാരണം ലിറിക്സിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പുള്ളിക്കാരിക്ക് എന്താ ആവശ്യമുള്ളതെന്ന്. അതുകൊണ്ടാണ് പുള്ളി പാടാത്തത്. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു ഗായകൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് ഇവിടുത്തെ ഗായകൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. മലയാളത്തിലെ ഏറ്റവും നന്നായി പാടുന്ന ഒരു പാട്ടുകാരനാണ് രാജു ആന്റണി. പൂമാനം പൂത്തുലഞ്ഞേ പൂവള്ളിക്കുടിലെന്റെ കരളുണർന്നു കിളി, തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചും പൂമാനം. നമ്മൾ ഈ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ റിലീഫ് വേണ്ടത് ഒന്ന് ഗാനം അല്ലേ, പിന്നെന്താ മെഡിറ്റേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. അപ്പം നമുക്ക് കോലക്കുളി വിളി കേട്ടോ രാധേ, രാധയോട് അങ്ങനെ ഒരു സംഭവമുണ്ട്. ഓടക്കുടലല്ല, കോലക്കുളി കേട്ടിട്ടുണ്ടോ? അപ്പോൾ എന്തൊക്കെയാലും നമുക്ക് മൈത്രി വിളിക്കാം. മൈത്രിക്കാം, ഓടക്കുടലുള്ള ആൾ റെഡിയാണ്. നമുക്ക് ആ കോലക്കുളി വിളി ഒന്ന് കേട്ടാലോ? ഓക്കെ. അപ്പൊ ചന്ദനക്കിണ്ണം വീണു അല്ലേ? നന്നായിരുന്നല്ലേ? അപ്പൊ നമുക്കൊരു ഐഡിയ. അപ്പം വി ആർ എൻജോയ്ഡ്. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക്സ്. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഉയരുണരും റെയിൽപാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ.